സാർ, ഈ വക്കീലന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഒരു വനിതാ വക്കീലിനെ അടിച്ച് അവരുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ഇത് ഒരു ക്രൂരമായ ഒരു നടപടിയായിപ്പോയി. പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട്, ജൂനിയറായിട്ടുള്ളൊരു സ്ത്രീയോട് ഇത്തരത്തിലുള്ള സമീപനം ഒരു സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇവരെ സംബന്ധിച്ച് നിയമമൊക്കെ അവരുടെ കയ്യിലുണ്ടെന്നുള്ളൊരു ഹുങ്കാണ് അവർ ഇത്തരത്തിൽ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാവരും ഈ അടി കൊടുത്ത ഈ വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സീനിയേഴ്സിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ സീനിയറായിട്ടുള്ള അദ്ദേഹത്തിനൊപ്പം ആയിരിക്കും ഭൂരിഭാഗം വക്കീലന്മാർ. ഇപ്പോൾ ഈ കുറേ പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ കൊണ്ടാരും നിശബ്ദരായിരിക്കുന്നതാണ്. പിന്നീട് ആ പെൺകുട്ടിക്ക് ഇനി വലിയ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ചില വക്കീലന്മാർ ക്രിമിനൽ ലോയേഴ്സ് ഉണ്ട്, അവരെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷെ ലോയർ ക്രിമിനൽ ആയാലും എന്ത് ചെയ്യും? വഞ്ചിയൂർ കോടതിയിൽ പോയിട്ടുണ്ടോ? എനിക്ക് ദുരനുഭവം ഉണ്ടായൊരു കോടതിയാണ്, അത് പറയാം. ഇപ്പം ഇവിടെ സംഭവിച്ചതെന്താണ്? ജൂനിയറായ 26 വയസ്സുള്ള ശ്യാമിലി എന്ന് പറയുന്ന അഭിഭാഷകയെ സീനിയറായ ബെയ്ലി ദാസ് മർദ്ദിച്ചിരിക്കുന്നു. ആ പെൺകുട്ടിയെ കണ്ടാൽ നന്നായി മർദ്ദനമേറ്റിട്ടുണ്ട്. അയാൾ മർദ്ദിച്ചു, പ്രകോപനപരമായി ആ സമയത്ത് ടെമ്പർ ലൂസായി ആവട്ടെ, അയാൾ ചെയ്തത് തെറ്റാണ്, ക്രിമിനൽ നടപടിയാണ്. എന്നാൽ അതിനേക്കാൾ ക്രിമിനൽസ് അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. പോലീസ് വന്നപ്പോൾ അയാളെ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ സമ്മതിച്ചില്ല അവിടുത്തെ ബാർ അസോസിയേഷൻ. അവിടുത്തെ ബാർ അസോസിയേഷൻ ഗുണ്ടകളുടെ വിളനിലമാണ് എന്ന് ഞാൻ അനുഭവത്തിലൂടെ പറയാം. എനിക്ക് വഞ്ചിയൂർ കോടതിയിൽ ഒരു കേസുണ്ടായി. തിരുവനന്തപുരത്തുള്ള ഒരാളാണ് വാദി, ഒരു പ്രാഞ്ചിയേട്ടനാണ്, ഗുണ്ടാ സെറ്റപ്പൊക്കെയുള്ളതാണ്. എനിക്കെതിരെ കേസ് കൊടുത്തു, കള്ളക്കേസാണ്. തിരുവനന്തപുരം കോടതിയിൽ ഞാനും വക്കീലും കൂടെ ചെല്ലുന്നു. ആദ്യ ദിവസം വാദിഭാഗത്ത് നിന്ന് ആരും വന്നിട്ടില്ല, കേസ് മാറ്റിവെച്ചു. അടുത്ത അവധിക്ക് ചെല്ലുമ്പോൾ ഈ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്നത് LLB എടുത്തിട്ടുള്ള ആളാണ്, സന്നദ്ധരത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും 2 വക്കീലന്മാരാണ് വാദിയുടെ കേസ് വിളിക്കുമ്പോൾ വരുന്നത്. ഉടനെ ജഡ്ജി ചോദിച്ചു, 2 വക്കീലന്മാർ? ഉടനെ പറഞ്ഞില്ല, ഞാൻ വാദിയാണ്, പക്ഷെ ഞാനും വക്കീലാണ്, കോട്ടിട്ടിരിക്കുക. അതിൻ്റെ അർത്ഥം ഈ ജഡ്ജി മനസ്സിലാക്കണം, ഞാൻ ഇവിടുത്തെ തന്നെ ഒരു വക്കീലാണ്, ഒരു അഡ്വക്കേറ്റാണ്, അതുകൊണ്ട് കേസ് എനിക്ക് അനുകൂലമാകണം എന്നാണ്. അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാക്കി കൊടുക്കും. എനിവേ, കേസ് മാറ്റിവെക്കുന്നു, ഇന്ന ദിവസത്തേക്ക് വെക്കുന്നു. എൻ്റെ വക്കീലും ഞാനും ഇറങ്ങുന്നു. എൻ്റെ വക്കീലിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും വന്നതാണ്, ഒരു ചെറുപ്പക്കാരൻ. വക്കീൽ അവിടെ ഇരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഞാൻ സമീപത്ത് നിൽക്കുന്നു. ഈ സുഹൃത്തെന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യാൻ അങ്ങോട്ട് മാറി. പിന്നെ അവൻ ഓടി വരുന്നതാണ് കാണുന്നത്. ഈ സുഹൃത്ത് ഭയങ്കര പാനിക്കായിട്ട്. വക്കീൽ ചെന്ത് പറ്റി? ഇത് അവിടെ നിൽക്കുന്ന ആ 3 പേര് എന്നോട് പറഞ്ഞു, നീ ആരാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ വക്കീലിൻ്റെ കൂടെ വന്നാന്ന് പറഞ്ഞു. ഇപ്പം സ്ഥലം വിട്ടണം, അല്ലെ എന്നെ അടിച്ച് കൊന്നുകളയുമെന്ന്, ഇവിടെ വെച്ച് തന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ ചോദിച്ചു, ആരാ? താ നിൽക്കുന്നവരാണ്, അവർ കോട്ടിട്ടിരിക്കുന്നു. എൻ്റെ വക്കീൽ നേരെ അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ ഒരു 10-12 പേര് അങ്ങ് അയാളെ വളഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് ബാർ അസോസിയേഷൻ വരെ പോകാം, എനിക്ക് ഞാൻ കുറച്ച് സംസാരിക്കണം. വക്കീൽ ചെന്ന് സംസാരിക്കും. ഇല്ല, നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഇയാളുടെ കയ്യെ പിടിച്ച് വലിക്കുന്നു. ബലപ്രയോഗം നടന്നു. എൻ്റെ അഡ്വക്കേറ്റ് അവിടുന്ന് ഒരു തരത്തിൽ ഓടി വന്നിട്ട് ജഡ്ജിൻ്റെ ചേംബറിലേക്ക് കയറി. സംഭവിച്ചതാണ്. ജഡ്ജിനോട് പറഞ്ഞു, എനിക്ക് വധഭീഷണിയാണ്, എന്നെ സംരക്ഷിക്കണം. ജഡ്ജി ഉടനെ ഇറങ്ങി വന്ന് ആരാന്ന് ചോദിച്ചപ്പോൾ ഈ ഭീഷണിപ്പെടുത്തിയവർ അവിടെ നിൽപ്പുണ്ട്, അവർ മാറിയിട്ടില്ല. ജഡ്ജി ഉടനെ പറഞ്ഞു, അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞു, ഞാൻ എനിക്ക് പരാതി എഴുതണമെന്ന് പറഞ്ഞു. ദീർഘമായൊരു പരാതി എഴുതി ജഡ്ജിന് കൊടുത്തു. അവസാനം നമ്മൾ ഈ കോടതിയിൽ ദൈവമാണെന്ന് കരുതുന്ന ജഡ്ജി വന്നിട്ട് പറയുകയാണ്, നിങ്ങളെ ഞാൻ വണ്ടിയെ കൊണ്ട് കയറ്റിവിടാം, പേടിക്കേണ്ട പൊക്കോളൂ. അയാൾ മറ്റവരെ നോക്കുന്നുണ്ട്, അയാൾക്കും മറ്റവരെ ഭയമാണ്. അപ്പോൾ മറ്റൊരു വക്കീൽ പറഞ്ഞു, നിങ്ങൾ ഈ കേസ് ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങൾ തോറ്റുപോകും. അതുമാത്രമല്ല, ജഡ്ജെന്ന് പറയുന്നത് വൈകിട്ട് ബാർ അസോസിയേഷൻ ചെല്ലുമായിട്ട് വെള്ളടിയുള്ള ആളാണ്. അപ്പോൾ അവരെ ഭയപ്പെട്ടാണ് ഈ ജഡ്ജി നിൽക്കുന്നത്. ഞങ്ങൾ പിന്നെ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്ത് ആ കേസ് തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി. അപ്പോൾ അവിടുത്തെ ബാർ അസോസിയേഷൻ എന്ന് പറയുന്നത് ഗുണ്ടകളുടെ സാമ്രാജ്യം. മാധ്യമപ്രവർത്തകരെ അവിടെ കേട്ടില്ലല്ലോ. ഏഷ്യാനെറ്റിലെ ബിനു വി ജോൺ അവിടെ കേസ് നടത്താൻ സമ്മതിച്ചില്ല. ബിനു വി ജോൺ ഇതുപോലെ തന്നെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റി അപേക്ഷ കൊടുത്തിട്ട്. അപ്പോൾ എന്ത് ഗുണ്ടായുസവും ഈ കോട്ടിട്ട് കഴിഞ്ഞാൽ നടത്താവുന്നതാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ബാർ അസോസിയേഷൻ ഗുണ്ടകളുടെ വിളനിലമാണെന്ന് എനിക്ക് പല കാര്യങ്ങളിലും മനസ്സിലായി. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് വള്ളിക്കോട് മുരളീധരൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ഇന്നലെ
ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു. അയാളൊരു പീഡന കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ക്വാറന്റൈൻ ടൈമിൽ. അതെ അതെ അതെ. ഏഷ്യാനെറ്റ് ചാനൽ ഇന്നലെ അദ്ദേഹം വന്നിരുന്ന് ബബ്ബ അടിക്കുന്നതാണ്. ബിനു വിജോന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരക്ഷരം മിണ്ടാതെ ഒരു വനിതയെ, ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇവർ കോട്ട മതിൽ തീർത്തിട്ട് അയാളെ വിട്ടുകൊടുക്കില്ല എന്ന് പറയണമെങ്കിൽ ഇവരെല്ലാം ക്രിമിനൽസ് അല്ലേ? ഞാൻ പറയുന്നത് അവിടെ നല്ല വക്കീലന്മാരുണ്ട്. ഇപ്പോൾ ലക്ഷ്മി നായർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഇതായ ലക്ഷ്മി നായരുടെ ഭർത്താവുണ്ട്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം അവിടുത്തെ വക്കീലാണ്, സീനിയർ വക്കീലാണ്. അവരൊക്കെ വളരെ മാന്യന്മാരാണ്. എന്നാൽ ഒരു ബക്കറ്റ് പാലിനകത്ത് ഒരു തുള്ളി വിഷം ചേർത്താലെന്ന് പറഞ്ഞതുപോലെ ഭൂരിഭാഗം നല്ലവരായിരിക്കാം, പക്ഷേ ക്രിമിനൽസാണ് അവിടുത്തെ ബാർ അസോസിയേഷൻ എല്ലാ നേതൃത്വത്തിലും ഇരിക്കുന്നത്. പലപ്പോഴും ഈ ജൂനിയറായിട്ട് പഠിച്ചു വരുന്ന നല്ല മാർക്കൊക്കെ മേടിച്ച് വരുന്ന പെൺകുട്ടികളെ ലൈംഗികമായി പോലും ചൂഷണം ചെയ്യുന്നതാണ് അറിയാൻ. അത് ഇന്നലത്തെ ചർച്ചയിൽ കായംകുളത്തെ ഒരു അഭിഭാഷക ഇരിപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അത് TB മിനി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഒരുപാട് ജൂനിയർ പെൺകുട്ടികൾക്ക് ഇതുപോലെ പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അത് ലൈംഗികപരമായ പീഡനങ്ങൾ തന്നെ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇവരൊക്കെ മാന്യത നഷ്ടപ്പെടുമോ അല്ലെ അഭിമാനം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് പുറത്ത് പറയാതിരിക്കുക. ഇവനൊക്കെ അത് വളമാകുകയാണ്. ഇപ്പോൾ ഈ അടിച്ചു എന്ന് പറഞ്ഞ ബെയ്ലി ദാസ്, അദ്ദേഹം ഡിഫൻസിൽ നിന്നും റിട്ടയർ ചെയ്ത് വന്ന ആളാണ്. പിന്നീട് LLB എടുത്തതായിരിക്കും. അദ്ദേഹം കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ്. ഈ തണ്ട് വലിക്കുന്ന ആളുടെ കൈക്കരുത്തും ആരോഗ്യം അറിയാമല്ലോ. അവർ പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്കിട്ട് അടിച്ചാലും അയാൾ താഴെ പോകും. അപ്പോൾ 26 വയസ്സായ ഒരു പാവം പെൺകുട്ടിയെ ഇങ്ങനെ ആക്രമിച്ചാൽ അവർക്ക് എന്താണ് സംഭവിക്കുക? അവരുടെ ട്രോമയുണ്ടല്ലോ. 6 മാസം പ്രായമുള്ളൊരു കൈക്കുഞ്ഞുണ്ട് അവർക്ക്. അവർ ഇപ്പോൾ രാജീവ് മിനിസ്റ്ററൊക്കെ വന്നു, അവരെ കാണാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എന്തോ ഉപദ്രവിച്ചു. അന്ന് പുറത്ത് പറഞ്ഞില്ല. ഇയാളുടെ ക്യാബിനിൽ വെച്ചാണ് ഉപദ്രവിച്ചത്. അപ്പോൾ ഇയാളൊരു മനുഷ്യനാണ്. ഗർഭിണിയായ ഒരു സ്ത്രീയെ നമ്മൾ ദേവതയായിട്ട് കാണണമെന്നാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത്, ഇല്ലേ? മറ്റൊരു ജീവനെ ഉദരത്തിൽ വഹിക്കുക. അവരെ ഉപദ്രവിക്കണമെങ്കിൽ ഇവൻ ജന്മം കൊണ്ട് ക്രിമിനലാണ്. ഇപ്പോൾ ഒളിവിലാണ്. ഇനി ഇയാൾ ചെയ്തതെന്താ? നേരെ അവന് പരിചയമുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ആ സർട്ടിഫിക്കറ്റ് മുഴുവൻ തെറ്റാണ്. വലത് കവിളിലടിച്ചു, പക്ഷേ ഇടത് പിരികത്തിൻ്റെ എവിടെയാണ് മുറിവ്. ആ മുറിവൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. കള്ളത്തിലെഴുതിയപ്പോൾ മുഴുവൻ തെറ്റിപ്പോയി. അപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ തിരിച്ച് കേസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ഇയാൾ വക്കീലായതുകൊണ്ടും മിടുക്കന്മാരായ വക്കീലന്മാർ വാദിച്ചും ചിലപ്പോൾ ഇയാൾ കേസിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ ഇങ്ങനെയുള്ളവനെ ഒരിക്കലും രക്ഷപ്പെടുത്തരുത്. ഒരു അഡ്വക്കേറ്റ് പോലും ഇവന് വേണ്ടി വാദിക്കാൻ പോകരുത്. അത് ഈ സമൂഹത്തോട് അല്ലെങ്കിൽ സ്ത്രീകളോട് മര്യാദയുള്ള ഒരാളും അത് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലെ ബാർ അസോസിയേഷൻ അത് ശരിക്കും ബാർ കൗൺസിൽ പരിശോധിച്ച് അവിടുത്തെ ക്രിമിനൽസിനെ പുറത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഗുണ്ടകൾ കോട്ടിട്ട് വരുന്നുണ്ട്. അവർ ശരിക്കും LLB കഴിഞ്ഞിട്ട് സന്നദ്ധെടുത്തവരാണെന്ന് സംശയമുണ്ട്. നമുക്ക് ഈ വേഷമിട്ടുകൊണ്ട് അവിടുത്തെ കോടതിയുടെ പരിസരത്ത് ചെന്നാൽ അറിയാൻ കഴിയില്ലല്ലോ. നിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ്, നീ എന്നാണ് സന്നദ്ധെടുത്തത്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിക്കുമെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഇവൻ ചിലപ്പോൾ മാർക്കറ്റിലെ ഗുണ്ടയായിരിക്കും. അവിടെ വെച്ച് വെട്ടിക്കൊന്നിട്ട് രക്ഷപ്പെട്ടാൽ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടണം എന്നാണ് പറയാനുള്ളത്. കാരണം ഈ കോടതി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഒരു ആശ്രയമാണ്. അവരവസാനത്തെ ആശ്രയമായിട്ട് അഭയമായിട്ട് ചെല്ലുന്നൊരു സ്ഥലമാണ് കോടതി. അവിടെ ഈ വക്കീലന്മാർ തന്നെ ഗുണ്ടകളായാലും. ഇപ്പോൾ ഇതൊരു വനിതാ അഭിഭാഷകയ്ക്ക് സംഭവിച്ചു. ഒരു സാധാരണക്കാരനാണ് സംഭവിക്കുന്നതെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാകും തോന്നുന്നു. പെട്ടെന്ന് അവിടെ ബാർ അസോസിയേഷൻ നടപടികളൊക്കെ എടുത്തു, അയാളെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തു. അതൊക്കെ മനുഷ്യനെ ഭയന്നിട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ സമൂഹം, ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ട്. ഇവിടെ ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ആണെങ്കിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ഭയപ്പാടുകളുണ്ട്. എന്നിട്ടും ഇവനെപ്പോലുള്ളവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചത്? ഇത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.